ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. പടച്ചവൻ്റെ കാരുണ്യം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. വേദനകളെല്ലാം കുറവായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വേദന കുറവുള്ളതുകൊണ്ട് ഇപ്പോഴേ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ല. നിങ്ങൾ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദുആ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങളെല്ലാവരുടെയും ദുആ റബ്ബ് കേട്ട് അതിൽ ഓപ്പറേഷനിൽ നിന്ന് ഡോക്ടർക്കും പിന്മാറേണ്ടി വന്ന് ഇപ്പം ഞാനിത് വീഡിയോ പിടിക്കുന്നത് ഇത് ഒരു ചേമ്പ് നമ്മൾ തോരനൊക്കെ വെക്കുന്നതാണ്. തോരൻ വെക്കാൻ എടുക്കുന്നത്. എനിക്കിത് ഒരു മൂട് ചേമ്പ് ഒരാൾ തന്നതാണ്, ഒരു വിത്ത്. അപ്പം ഞാനതൊരു പെട്ടിയിലായിരുന്നു നട്ടിരുന്നത്. ആ പെട്ടിയിൽ നിന്ന് ഇളക്കി കൊണ്ടുവന്ന് പെട്ടിയിലായപ്പോൾ വിത്ത് പൊട്ടുന്നില്ല. അത് ചെറിയ കുഞ്ഞു കുഞ്ഞു വിത്തേ പൊട്ടുന്നതാണ്. അന്നേരം അത് ഇളക്കി കൊണ്ടുവന്ന് തറയിൽ വെച്ചു. നമുക്ക് സ്ഥലമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഇത് വീടാണ്. അപ്പോൾ ഇതിന് ഇത്രയും ഭാഗം ഒരിച്ചിരി സ്ഥലമേ ഉള്ളൂ. അവിടെ കൊണ്ടുവന്ന് അത് വെച്ചപ്പോൾ പടർന്ന് പന്തലിച്ച് നല്ല രുചി. അത് തോരൻ വെക്കാൻ. ഇത് നിങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഈ ചേമ്പ്? നമ്മൾ കിഴങ്ങെടുക്കുന്ന ചേമ്പല്ല, ഇത് തോരൻ വെക്കുന്ന ചേമ്പാണ്. കണ്ടോ? നമ്മൾ ഈ പാണ്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കഴിക്കുന്നതിന്, ഈ വിഷമുള്ള സാധനം കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ അയ്യത്ത് നട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുത്ത് കറി വെക്കുകയും തോരൻ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷവും ഉള്ളിൽ ചെല്ലത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ആഹാരങ്ങൾ കഴിക്കും. ഇതെല്ലാം നട്ട് വെച്ചത് ഒരു മൂട് കാന്താരി, ഒരു മൂട് കരിയേപ്പ് 3-4 മൂടൊക്കെ നട്ടിടുന്നത്. ഒരു കാന്താരി, ഒരു ഉണ്ടമുളക് അതിൻ്റെ ചുവട്ടിലുണ്ട്. നമുക്ക് നമ്മുടെ ചെറിയ സ്ഥലത്തായാലും മതി. നമുക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ അത്യാവശ്യത്തിന് നമുക്കിങ്ങനെ എടുത്ത് കൂട്ടാം. അപ്പോൾ ഈ ചേമ്പല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ കണ്ടിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. പിന്നെ വേറൊരു കാഴ്ചയും കൂടെ കാണാം. മഴ പെയ്തിട്ട് വന്ന് നമ്മുടെ പരിസരത്ത് വന്ന് നിൽക്കുന്നതാണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഉണ്ടോ? കാഴ്ച കണ്ടോ? അതിൽ നിൽക്കുന്നുണ്ടോ? ഇത് ഇവിടുന്ന് മാറത്തില്ല. നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയുണ്ട് ഒരു കരിയാപ്പ്, ഇതുകൊണ്ടൊരു കാന്താരി. എല്ലാവരും കൃഷി ചെയ്യണം. എല്ലാവരും കൃഷി ചെയ്ത് ഇങ്ങനെ നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ വിഷം കഴിക്കാതെ നമ്മുടെ മക്കൾക്ക് നല്ല ആഹാരങ്ങൾ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യണം. ഇത് കണ്ടോ? ഒരു പെട്ടിക്കകത്താണ് എൻ്റെ കിഴങ്ങ് നട്ടേക്കുന്നത്. അതിനകത്ത് തന്നെ ഈ ചക്കയൊക്കെ നമ്മളെടുത്തിട്ട് വേസ്റ്റ് ചക്കക്ക് കിളിച്ച് പ്ലാവായി നിൽക്കുന്നുണ്ടോ? പ്ലാൻ തൈയായിട്ട് ഉള്ള സ്ഥലത്ത്, ഇച്ചിരിയുള്ള സ്ഥലത്ത് നമ്മളിതെല്ലാം നടുന്നുണ്ട്. ഒരു മൂടി കാച്ചിൽ കണ്ടോ? പെട്ടിക്കകത്ത് നട്ടേക്കുക കാച്ചിൽ. അതിനകത്ത് തന്നെ ചേന ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.